ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണ് കേട്ടോ, അത് സ്ലൈസായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 പച്ചമുളക് നടുവായി കീറിയതും കുറച്ച് കറിവേപ്പിലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വരുന്ന വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ചെറിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് ആ തക്കാളി ഒന്ന് വയന്ന് വരുന്ന വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും, ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ. അത് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുട്ട പുഴുങ്ങിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർക്കണതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ട റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഗ്രേവി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.